നിങ്ങൾ മണി ഹൈസ്റ്റ് എന്ന സീരീസ് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ വിഖ്യാതമായ ഹോളിവുഡ് ചിത്രം ഇൻസൈഡ് മാനോ? ബാങ്കിലേക്ക് ഒരു അക്രമി അല്ലെങ്കിൽ ഒരു സംഘം ബോംബും തോക്കുമായിട്ടൊക്കെ ഇരച്ചു കയറുന്നു. അവിടെയുള്ള നിരപരാധികളായ ആളുകളെ ഹോസ്റ്റേജസ്, അതായത് തടവുകാരാക്കി മാറ്റുന്നു. പുറത്ത് വൻ പോലീസ് സന്നാഹം. കേൾക്കുമ്പോൾ നല്ല ഒന്നാം തരം സിനിമാ കഥ പോലെ തോന്നുന്നുണ്ട്. പക്ഷേ സിനിമയെ വെല്ലുന്ന ഒരു ഭീകരമായ സംഭവം ഇപ്പോൾ യഥാർത്ഥത്തിൽ നടന്നിരിക്കുകയാണ്. കാലിഫോർണിയയിലുള്ള ബേക്കേഴ്സ് ഫീൽഡ് എന്ന നഗരത്തിലാണ് ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ ഈ ഒരു സംഭവം, ഹോസ്റ്റേജ് ക്രൈസിസ്, അരങ്ങേറിയത്. അതും സാധാരണ ബാങ്കിലല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒന്നായ ചേസ് ബാങ്കിന്റെ ബ്രാഞ്ചിലാണ്. നെഞ്ചിൽ ബോംബും കെട്ടിവെച്ച് ഒരാൾ ബാങ്കിനുള്ളിൽ കയറി അവിടെയുള്ള സാധാരണക്കാരെ തടവിലാക്കിയാൽ എന്താകും അവസ്ഥ? പരിശോധിക്കാം. സമയം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം 1 മണി. കാലിഫോർണിയയിലെ ഡൗൺ ടൗൺ ബേക്കേഴ്സ് ഫീൽഡിലുള്ള 17th സ്ട്രീറ്റിന്റെയും ചെസ്റ്റർ അവന്യൂവിന്റെയും കോർണറിലുള്ള ഒരു വമ്പൻ ബിൽഡിംഗ്. ഈ ബിൽഡിംഗിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ചേസ് ബാങ്ക് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തൊട്ടുമുകളിലായിട്ട് സ്കൂൾ ഡിസ്ട്രിക്ട് ഓഫീസും ഉണ്ട്. പെട്ടെന്നാണ് ബാങ്കിലേക്ക് ഒരു അജ്ഞാതനായ മനുഷ്യൻ കടന്നു വരുന്നത്. വന്നയുടൻ അയാൾ ബാങ്ക് ജീവനക്കാരെയും അവിടെ ഉണ്ടായിരുന്ന കസ്റ്റമേഴ്സിനെയും തോക്കു ചൂണ്ടി ഭയപ്പെടുത്തി ബാങ്കിനുള്ളിൽ തളച്ചിട്ടു. വാതിലുകളെല്ലാം ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്ത് അയാൾ അവിടെ ബാരിക്കേഡ് ചെയ്തു. അതായത് സ്വയം ഒരു കോട്ട കെട്ടി ഉള്ളിലിരുന്നു. ട്വിസ്റ്റ് അതല്ല, ബാങ്ക് ജീവനക്കാർ പോലീസിനെ വിളിക്കാൻ നോക്കിയപ്പോഴാണ് അയാൾ തന്റെ ജാക്കറ്റ് മാറ്റി ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണിക്കുന്നത്. അയാളുടെ നെഞ്ചിൽ ഒരു മാരകമായ സ്ഫോടക വസ്തു, ഒരു ബോംബ് ബെൽറ്റ് പോലെ സ്ട്രാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ബാങ്ക് ബോംബ് വെച്ച് തകർക്കുമെന്നായിരുന്നു അയാളുടെ ഭീഷണി. പെട്ടെന്ന് തന്നെ വിവരം പുറത്തറിഞ്ഞു. ലോക്കൽ പോലീസ് മാത്രമല്ല, അമേരിക്കയുടെ അഭിമാനമായ FBI വരെ രംഗത്തിറങ്ങി. വിവരമറിഞ്ഞ മിനിറ്റുകൾക്കകം തന്നെ ബേക്കേഴ്സ് ഫീൽഡ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് സ്ഥലം വളഞ്ഞു. ഒരു ഹോളിവുഡ് ആക്ഷൻ സിനിമയിലെ ക്ലൈമാക്സ് സീൻ പോലെയായിരുന്നു അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. കണ്ണ് ചുമന്ന വേഗതയിലാണ് ചുറ്റുമുള്ള ഏരിയ മുഴുവൻ പോലീസ് സീൽ ചെയ്തത്. ഒന്നല്ല, രണ്ടല്ല, ഒരു ഡസനിലധികം പോലീസ് വണ്ടികൾ, വമ്പൻ ടാക്ടിക്കൽ റെസ്പോൺസ് വണ്ടികൾ ഉണ്ടായിരുന്നു, സ്വാറ്റ് ടീമുണ്ട്, അതുപോലെ ബോംബ് സ്ക്വാഡ്, K9 ഡോഗ് യൂണിറ്റ്, പിന്നെ ആകാശത്ത് നിന്ന് നിരീക്ഷിക്കാൻ ഡ്രോൺ ടീം വരെ എത്തിക്കഴിഞ്ഞു. അപകടം മുന്നിൽ കണ്ട് പോലീസ് കടുത്ത തീരുമാനങ്ങൾ എടുത്തു. ബാങ്കിന് തൊട്ടടുത്തുള്ള സിറ്റി ഹാൾ നോർത്ത്, സിറ്റി ഹാൾ സൗത്ത്, ഡെവലപ്മെന്റ് സർവീസ് ബിൽഡിംഗ്, ഒപ്പം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് വരെ അടിയന്തരമായിട്ട് ലോക്ക്ഡൌൺ ചെയ്തു. ആർക്കും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ അനുവാദമില്ല. ഇതിനിടയിൽ ജേക്കബ് ഡേവിഡ്സൺ എന്നൊരു പ്രശസ്ത ലൈവ് സ്ട്രീമർ, അദ്ദേഹത്തിന്റെ ചാനലിന്റെ പേര് ഡാഡ്സ് ഗോൺ ലൈവ് എന്നാണ്, ബാങ്കിന് തൊട്ടടുത്തുള്ള തന്റെ ടാറ്റു ഷോപ്പിലിരുന്ന് ഈ ദൃശ്യങ്ങൾ ലൈവായിട്ട് ലോകത്തിന് മുന്നിൽ എത്തിക്കുന്നുണ്ടായിരുന്നു. പോലീസ് അവിടെ ട്രോമ ടെൻസ്, അതായത് അടിയന്തര മെഡിക്കൽ ക്യാമ്പുകൾ, ഗ്രീൻ, യെല്ലോ, റെഡ്, ബ്ലാക്ക് ടാഗുകൾ അങ്ങനെ കളർ കോഡ് ചെയ്ത് സെറ്റ് ചെയ്തു. ഇത് കണ്ടപ്പോൾ ശരിക്കും ജനങ്ങൾ ഭയന്നു എന്ന് പറയണം. കാരണം എന്തെങ്കിലും വലിയ ദുരന്തമുണ്ടായാൽ പരിക്കേൽക്കുന്നവരെ പെട്ടെന്ന് ചികിത്സിക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു അത്. ഹോളിവുഡ് സിനിമകളിൽ നമ്മൾ കാണാറുണ്ടല്ലോ, ഈ പ്രതിയുമായിട്ട് ഫോണിൽ സംസാരിച്ച് അയാളെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്ന ക്രൈസിസ് നെഗോഷിയേറ്റേഴ്സിനെ. കൃത്യമായിട്ട് അത് തന്നെ ഇവിടെയും സംഭവിച്ചു. FBI-യുടെയും ലോക്കൽ പോലീസിന്റെയും സ്പെഷ്യലിസ്റ്റ് നെഗോഷിയേറ്റേഴ്സ് ബാങ്കിനുള്ളിലെ ഈ ഒരു അക്രമിയുമായിട്ട് ഫോണിൽ സംസാരിക്കാൻ തുടങ്ങി. അയാളുടെ ഡിമാൻഡ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാനും നിരപരാധികളെ രക്ഷിക്കാനുമായിരുന്നു ശ്രമം. തുടക്കത്തിൽ പോലീസ് ഇതിനെ ഒരു ഹോസ്റ്റേജ് ക്രൈസിസ് എന്ന് വിളിക്കാൻ മടിച്ചുവെങ്കിലും പിന്നീട് അവസ്ഥ ഗുരുതരമാണ് എന്നവർ സമ്മതിച്ചു. മണിക്കൂറുകൾ നീണ്ട കഠിനമായ ചർച്ചകൾക്കൊടുവിൽ പോലീസിനൊരു വലിയ വിജയം നേടാനായി. അക്രമി തന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന 2 ഹോസ്റ്റേജസിനെ സുരക്ഷിതമായിട്ട് പുറത്തുവിടാൻ സമ്മതിച്ചു. അവരെ പോലീസ് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ബാങ്കിനുള്ളിൽ ബാക്കിയുള്ള ആളുകൾ സുരക്ഷിതരാണ് എന്നും അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്നും പോലീസ് സർജൻ എറിക് സെലിഡൻ അറിയിച്ചിട്ടുണ്ട്. പ്രതി നിലവിൽ ഒരു റൂമിൽ ഒരൊറ്റ കമ്മ്യൂണിറ്റി മെമ്പറുമായിട്ട് നിലയുറപ്പിച്ചിരിക്കുകയാണ് എന്നാണ് ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട്. ജാപ്പനീസ് വമ്പന്മാരായ JP മോർഗൻ ചേസിന്റെ വക്താവ് അറിയിച്ചത് പോലീസിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ബാങ്ക് നൽകുന്നുണ്ട് എന്നാണ്. ബേക്കേഴ്സ് ഫീൽഡ് മേയർ കാരൻ ഗു ജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ പ്രദേശത്തേക്ക് ആരും പോകരുതെന്നും പോലീസിനെ അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കണമെന്നുമാണ്. നെഞ്ചിൽ ബോംബുള്ള ആ ഒരു അക്രമി ആരാണ്? അയാളുടെ ലക്ഷ്യം പണമോ അതോ മറ്റെന്തെങ്കിലും പ്രതികാരമാണോ എന്നത് പോലീസ് ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല. ബാക്കി ഹോസ്റ്റേജസിനെയും കൂടി സുരക്ഷിതമായിട്ട് പുറത്തിറക്കാനുള്ള അതീവ രഹസ്യമായ നീക്കങ്ങളാണ് ഇപ്പോൾ സുരക്ഷാ സേന. ഒടുവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം മാത്രമാണ്. സിനിമകളിൽ നമ്മൾ കാണുന്ന ത്രില്ലറും ട്വിസ്റ്റും സ്ക്രീനിൽ കാണാൻ നല്ല രസമായിരിക്കും. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ ഒരു ബാങ്കിൽ പോയ സാധാരണ മനുഷ്യർ ഇങ്ങനെയൊരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവർ അനുഭവിക്കുന്ന ആ ഒരു ട്രോമയോ അല്ലെങ്കിൽ മാനസിക വിഷമമോ ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. 2 പേരെ രക്ഷിക്കാൻ കഴിഞ്ഞത് പോലീസിന്റെയും നെഗോഷിയേറ്റേഴ്സിന്റെയും വലിയൊരു വിജയമാണ്. ബാക്കിയുള്ളവരും സുരക്ഷിതമായിട്ട് പുറത്തു വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.